എന്തൊക്കെയാ പറയുന്നത്? എവിടെയാന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വേണ്ടിയാണോ ഇങ്ങനെ കാത്തിരിക്കുന്നത്? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ചുട്ടി. കാരണം അവൻ അവളെന്ന് വെച്ച ജീവനാ. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു അലീനയെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ആരോടൊന്നും സംസാരിക്കാതെ ഒരു ഒതുങ്ങിയ ടൈപ്പിലുള്ള ഒരാളായിരുന്നു അവള്. കാണാൻ നല്ല സുന്ദരിയായിരുന്നു, ഒരു പാവം. നമ്മുടെ അത്രവ് അവളെ കണ്ടപാടെ തന്നെ വീണ് കേട്ടോ. അത്രയും കാലം അത്രവിന് ആരോടും തോന്നാത്ത എന്തോ ഒരു ഇത് അവളോട് തോന്നി തുടങ്ങി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം, എടാ എനിക്ക് ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റുന്നില്ല, ഞാൻ അവളെ പോയി പ്രപ്പോസ് ചെയ്യാം. എടാ കുഞ്ഞുമോനെ, നീ വേണ്ടാത്ത ഒന്നും ചെയ്യണ്ട കേട്ടോ. നീ ഒന്ന് പോയി, ഇത് എത്രാന്ന് വെച്ചിട്ടാ? ഇത്ര മാസായി. ആ എന്നാ മോനെ അങ്ങ് ചെല്ല്, വേഗം പോയി രജിസ്റ്റർ മേടിച്ചിട്ടോ. എന്താടാ നെഗറ്റീവ് അടിക്കുന്നേ? ഒരു പോസിറ്റീവായിട്ടുള്ള എന്തേലും ഒന്ന് പറ. പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയാൻ അവളുടെ അടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെന്താടാ, എന്നെ കാണാൻ കൊള്ളില്ലേ? അതിന് നിന്നെ കാണാൻ കൊള്ളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ. നിന്നെ കാണാനൊക്കെ കൊള്ളാം, പക്ഷെ അത് അവളുടെ അടുത്ത് നടക്കില്ല. ഓ പിന്നെ നീ നോക്കിക്കോ, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവളെ എസ് പറയും. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നതെല്ലാം കാണുമ്പോ അവർക്ക് ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല? എന്ത് തോന്നാൻ? അല്ല, നമ്മളൊരാളെ ഇഷ്ടത്തോടെ നോക്കുമ്പോ അവർക്ക് മനസ്സിലാവില്ലേ, ആ ഇയാൾ എന്നെയാ നോക്കുന്നേ, അങ്ങനെ എന്തേലും. അന്റെ പൊന്നു മോനെ, അതൊന്നും ചിന്തിക്കാൻ പോലുള്ള ബുദ്ധി അതിനില്ല. അപ്പൊ കുറച്ച് പണിയെടുക്കേണ്ടി വരുമല്ലേ ഒന്ന് വളച്ചെടുക്കാൻ? ആ നീ കൊറേ കഷ്ടപ്പെടും. ഇപ്പോഴാണെങ്കിൽ കാണുമ്പോ ചിരിക്കുന്നെങ്കിലുണ്ട്. ഇനി നീ പ്രപ്പോസ് ചെയ്തിട്ട് അതും ഇല്ലാണ്ടാക്കണ്ട. ഇതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം വരും കേട്ടാ, അപ്പൊ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഓ ആയിക്കോട്ടെ. ഇന്ന് ഞാൻ എന്തായാലും അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഒരു മാറ്റവും വെച്ച കാലം മുന്നോട്ട്. എടാ നീ സീരിയസ് ആണോ? പിന്നെ ഇത്രയും കാലം എന്ത് തേങ്ങ ഞാൻ നിന്നോട് പറഞ്ഞോണ്ടിരുന്നേ? എടാ ഞാൻ കരുതി നീ വെറുതെ ചുമ്മാ തമാശക്ക്. ഒരു തമാശക്കുമല്ല, ഞാൻ സീരിയസാ. എനിക്ക് അവളെ ഇഷ്ടാ. എടാ അതിന് അവള് നമ്മളേതല്ലോ. നമ്മളേതല്ലാന്നൊന്നും അല്ല, നമ്മളെ കാസ്റ്റ്. അവള് ക്രിസ്ത്യാനിയല്ല, അതുകൊണ്ട്. വർഗീയത പറയുന്നോടാ? ആയിഷ്, നീയൊക്കെയാണോടാ? ഏയ് എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ വീട്ടിലുണ്ടല്ലോ ആൾക്കാര്, അവർക്ക് കുഴപ്പമില്ലാതിരുന്നാ മതി. ആ അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോളാം. ഇപ്പൊ നീ ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞോളാം. ഇത് നീ എന്താന്ന് വെച്ചാ ചെയ്. ഇതേ ബാക്കി നിന്റെ ആരാധികമാരെ ശാപം മേടിച്ച് കൂട്ടരുത് കേട്ടോ. ആരാധികമാരോ? ആ വന്നു കേറിയിട്ട് മാസങ്ങളായതേ ഉള്ളൂ. പക്ഷെ എത്ര അവളുമാരാ നിന്റെ അടുക്ക് വന്ന് പ്രപ്പോസ് ചെയ്തേ? ഓ അത് അവളുമാരൊക്കെ പോട്ടെ. എന്താണ് ഒരു പുച്ഛം? ആ പുച്ഛം തന്നെയാ. എത്ര അവളുമാര് വന്നാലും എന്റെ അലീനയെ പോലെ ആവില്ലല്ലോ. നിന്റെ അലീനയോ? അതെപ്പോ? ആ എന്റെ അലീന തന്നെ. ഇനി തൊട്ട് അങ്ങനെയാ. ആദ്യം നീ പോയി അവളെ ഒന്ന് പ്രപ്പോസ് ചെയ്. അവളെ ആക്സെപ്റ്റ് ചെയ്താലല്ലേ നിന്റേതാവുള്ളൂ. ഓ നിന്നോട് പറഞ്ഞോണ്ട് വന്നിട്ട് സമയം പോയതല്ല. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. എടാ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ടേ. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇപ്പൊ വരാം. നീ ഇവിടെ നിക്ക്, ഞാൻ വേഗം പോയിട്ട് വരാം. അലീന. എന്താ തരോ? ഡോ അത് പിന്നെ താൻ ആ എന്താ പറഞ്ഞോ? താനിപ്പോ ഫ്രീ ആണോ? ആ അതെ. എന്നാ താനൊന്ന് എന്റെ കൂടെ വരാവോ? എങ്ങോട്ടേക്കാ? ഏയ് ജസ്റ്റ് ഒന്ന് നടക്കാൻ. അധിക ദൂരത്തേക്കൊന്നും പോകില്ലല്ലോ? ഇല്ലടോ, നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ആ ഓക്കെ. നമ്മള് കൊറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. നടന്ന് ഒത്തിരി ദൂരം എത്തി. ഡോ അത് പിന്നെ താനെന്തിനിങ്ങനെ പറയിടാവുന്നേ? എന്താണേലും പറഞ്ഞോ? അലീന, എനിക്കിത് എങ്ങനെ തുടങ്ങണമെന്ന് അറിയുന്നില്ല. അതാ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. എന്താ അത്ര ഇത്? ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ലാത്ത നീയാണോ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുന്നേ? താൻ എന്തായാലും പറഞ്ഞോളൂ. ഓക്കെ. അത് പിന്നെ എനിക്ക് താൻ കൊറേ നേരമായല്ലോ എനിക്ക് അത് പിന്നെ എന്നാക്കിക്കൊണ്ടിരിക്കുന്നേ.
ഓ സോറിടാ. ആ എന്നൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. ആ എന്താ? ഐ ലവ് യു. വാട്ട്? എന്തേ പറഞ്ഞത് കേട്ടില്ലേ? അത് അലി, നീ എന്നെ എന്താ അതറു? ഡോ, അത് നിനക്കെന്നെ ശരിക്കും ഇഷ്ടാണോ? അതുകൊണ്ടല്ലേ ഞാൻ ഐ ലവ് യു പറഞ്ഞത്. ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടാണോ? ഓ മൈ ഗോഡ്, ഐ ആം സോ ഹാപ്പി. എനിക്ക് അതറിവിനെ കണ്ടപ്പം തൊട്ട് ഇഷ്ടായതാ. പിന്നെ എനിക്ക് മാത്രം ഇഷ്ടമായത് കൊണ്ട് കാര്യമില്ലല്ലോ. അതർവിന് എന്നോട് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ അതർവിന് എന്നോട് എന്തോ ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ വന്ന് ഇഷ്ടാന്ന് പറഞ്ഞേ. എടോ സത്യമായിട്ടും ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ടാ. താൻ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഷേ, അപ്പൊ ഞാൻ പറയണ്ടായിരുന്നു, താൻ പറഞ്ഞാ മതിയായിരുന്നല്ലേ? തനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നപ്പോ താൻ എനിക്കാ സർപ്രൈസ് തന്നത്. അലീന, എന്നെ പറ്റി എന്താ പറഞ്ഞാ മനസ്സിലാവില്ല. അതർ, താൻ എന്താണോ ഇങ്ങനെയൊക്കെ? അലീന, സോറി, വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. വെയിറ്റ്, ഇവിടെ തന്നെ നിൽക്കണം, എവിടെയും പോകരുത്. എങ്ങോട്ടേക്കാ? ഞാൻ ഇപ്പൊ വരാം അലീന. ഞാൻ അവിടെ ഒരുത്തനെ നിർത്തിയിട്ടാ വന്നത്. അവൻ ഇതേപോലെ ടെൻഷൻ അടിച്ചോണ്ടിരിപ്പുണ്ട്. ഞാനൊന്ന് അവനോട് പോയിട്ട് പറഞ്ഞിട്ട് വരാം. ആ ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല. ആരവേ, എന്താടാ, എന്തു പറ്റി? അവള് എസ് പറഞ്ഞോ? അവളല്ല, ഞാനാ എസ് പറഞ്ഞത്. എന്ത്? നീ പ്രപ്പോസ് ചെയ്യാൻ പോയിട്ട് നീ തന്നെ എസ് പറഞ്ഞോ? എടാ പൊട്ട, അവളാണ് എന്നെ പ്രപ്പോസ് ചെയ്തേ. നിന്നെ അവൾ പ്രപ്പോസ് നിന്നെ അവളെ പ്രപ്പോസ് ചെയ്തെന്നോ? അപ്പൊ അവൾക്ക് നിന്നെ ഇഷ്ടായിരുന്നോ? പിന്നെ അല്ല. ഓ, എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ വരാം. ഞാൻ അവളെ അവിടെ നിർത്തിയിട്ടാ വന്നേ. അല്ലെങ്കിൽ വേണ്ട, നീ ക്ലാസ്സിൽ കയറിക്കോ. ഞങ്ങളൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ഇത് സ്ഥിരാക്കണ്ട. ആ ശരി. പിന്നീട് അങ്ങോട്ട് അവരുടെ നാളുകളായിരുന്നു. ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട്. കണ്ടാൽ ആരും കൊതിച്ചോ അവരെ പോലെ ഒന്ന് പ്രണയിക്കാൻ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം, ആരവേ, എന്താടാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരുമോ നീ? ആ കൊഞ്ചിക്കൊണ്ട് വന്നപ്പോഴേ തോന്നി എന്തോ കാര്യം സാധിക്കാനാണെന്ന്. എന്താ പറ. അത് പിന്നെ ഞാനും അലീനയും നാളെ ഒരു ഡിന്നർ നൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് എന്താ, ഞാൻ വരണോ നിങ്ങളൂടെ? ഞങ്ങള് പോകുന്നതിന് നീ എന്തിനാ വരുന്നേ? പിന്നെ നിനക്കെന്ത് ഹെൽപ്പാ എന്നെ കൊണ്ട് വേണ്ടേ? ആ ഇപ്പഴാ കാര്യം പിടികിട്ടിയേ. ആന്റീനോട് പറയണായിരിക്കും അല്ലേ? അത് തന്നെ, നീയും കൂടി ഉണ്ടായാലേ ശരിയാകുള്ളൂ. ഞാൻ ഒറ്റക്ക് പോയി ഫുൾ കോളാക്കി കൊണ്ടുവരും. ഓ, ഇത് എത്രാമത്തെയാടാ? പ്ലീസ് എടാ, ഈ ഒറ്റൊരു തവണത്തേക്ക്. അല്ല, ഈ ഡിന്നർ നൈറ്റ് എന്താ? ആദ്യമായി കണ്ട ദിവസം, ആദ്യമായി തൊട്ട ദിവസം, ആദ്യമായി തലോടിയ ദിവസം, അങ്ങനെ എന്തേലും ആണോ? ഒന്ന് പോടാ, ഇതൊന്നല്ല. നാളെ ഞങ്ങളെ ആനിവേഴ്സറി. 3 years ആയി മോനെ. 3 കൊല്ലോ? ഈശ്വരാ, 3 കൊല്ലം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഒന്ന് പോടാ, ഇതന്നെ എനിക്ക് സ്ലോ ആയിട്ടാ തോന്നുന്നേ. വേഗം പഠിച്ചിറങ്ങി ഒരു ജോലിയാക്കിയിട്ട് വേണം അവളെ കെട്ടിക്കൊണ്ട് വരാൻ. അതിന് നിനക്ക് ജോലിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഇല്ലേ? ആ സ്വത്തൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ കുടുംബ സ്വത്താ. ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസനെ കൊണ്ട് മതി ഞാൻ എന്റെ കുടുംബം നോക്കാൻ. ഓ ആയിക്കോട്ടെ. അല്ല, എന്നിട്ട് എന്താ നാളത്തെ പ്ലാൻ? നാളത്തെ പ്ലാൻ എന്താ വെച്ചാ, പോകുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു. അയ്യേ, ഇത്രയേ ഉള്ളൂ? ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ? ഗിഫ്റ്റോ? ആ ബെസ്റ്റ്. നിനക്കറിയില്ല അവളെ, എന്ത് കൊടുത്താലും വേണ്ട 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 ഇതേ പറയാനുള്ളൂ. എടാ, നീ അതല്ലാതെ കൊടുക്കുമ്പോഴല്ലേ? ഇത് നിങ്ങളുടെ ആനിവേഴ്സറി അല്ലേ? ആനിവേഴ്സറി കൊടുക്കുമ്പോ ഒന്നും പറയില്ലായിരിക്കും, എന്തായാലും വാങ്ങിക്കും. നീ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് പോ. അങ്ങനെയാണോ? എന്നായിക്കോട്ടെ, നാളെ പോകുന്ന വഴിക്ക് ഒരെണ്ണം വാങ്ങിട്ട് പോകാം. എന്നാ പിന്നെ കാമുകം പോയി കിടക്ക്. ഡാ മറക്കണ്ട, നാളെ അമ്മേനോട് എന്തേലും പറഞ്ഞ് സെറ്റാക്കി തരണേ. ആ ശരി ശരി, ഞാൻ ഏറ്റു. നീ ഇപ്പൊ പോയി കിടക്ക്. എടാ വാടാ, അമ്മേനോട് പോയി പറയണ്ടേ.
ഓ നിക്ക്. തനിക്കൊച്ച് നല്ല പണിയിലാണ്. നല്ല മൂടാണാവോ എന്തോ. അമ്മ എന്തെടുക്കുവാ? ഞാനിവിടെ തലകുത്തി നിൽക്കുക, കാണുന്നില്ലേ? എന്താ തനിക്കൊച്ച് രാവിലെ തന്നെ മുഖത്താണല്ലോ ശുണ്ഠി. ആ, കിണുങ്ങിക്കൊണ്ടിരിക്കാൻ വരുന്നുണ്ടേ. രണ്ടും കൂടി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? അതൊന്നുമല്ല ആന്റി, ഞങ്ങള് ഇന്ന് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒന്ന് പുറത്തോട്ട് പോകുന്നുണ്ടേ. അത് ആന്റീനോട് പറയാന്ന് വെച്ച് വന്നതാ. കുറച്ചായല്ലോ ഇടക്കിടക്ക് ഫ്രണ്ട്സിന്റെ കൂടെ രാത്രി കറങ്ങാൻ പോകുന്നത്. അതാന്റി, ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോ പിന്നെ എങ്ങനെയാ, കോളേജൊക്കെ അല്ലേ. എന്തേലും വേണ്ടാത്തൊക്കെ ചെയ്തു കൂട്ടിയാലുണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കു രണ്ടെണ്ണോ. എന്താ അമ്മേ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ? ആ, എനിക്ക് രണ്ടിനും ഒട്ടും വിശ്വാസമില്ല. രണ്ടും പോയിട്ട് വാ. എന്റെ ചുന്ദരി അമ്മ. ഓ, എന്തൊരു ബ്ലോക്കാടെ ഇവിടെ. ഇന്ന് മിക്കവാറും ലേറ്റ് ആവും. അതിന് ടൈം ആയില്ലല്ലോ, നീ ഒന്ന് നിക്ക്. ഇനി ഈ ബ്ലോക്കും കഴിഞ്ഞ് അവളുടെ അടുത്ത് എത്തുമ്പോഴേക്കും ടൈമൊക്കെ കഴിഞ്ഞോളും. എടാ, ഇനിയും 30 മിനിറ്റ്സ് ഉണ്ട്. നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങണ്ടേ? ഓ ഗിഫ്റ്റ്, അത് ഞാൻ വിട്ടുപോയിട്ടോ. നീ ഓർമ്മിപ്പിച്ചത് എന്തായാലും നന്നായി. എന്താ അവള് വിളിക്കുന്നുണ്ട്. നീ എടുക്ക്, നമ്മൾ എത്താനായി എന്ന് പറ. ഒരു 10 മിനിറ്റ്സ് പറ. ഹലോ എടീ, ഇതാ ഞങ്ങൾ എത്താനായി. ഒരു 10 മിനിറ്റ്സ്. ഓക്കെ നീ അവിടെ വെയിറ്റ് ചെയ്യ, ഞാൻ ഇപ്പൊ എത്താം. കൊഴപ്പില്ലടാ, ഞാനിവിടെ എത്തിയോണ്ട് നീ വിളിച്ചതാ. എന്താ പറഞ്ഞേ? അവളെ അവിടെ എത്തിന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. എടാ, അവിടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. നീ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് വാ. അപ്പൊ നീ വരുന്നില്ലേ? ഇല്ലടാ, നീ പോയിട്ട് വാ. ഞാനിവിടെ ഇരിക്കാം. ഇതിന്റെ അപ്പുറം തന്നെയല്ലേ കഫേ. നിങ്ങള് പോയിട്ട് വാ. ഇത് അവക്ക് എന്തായാലും ഇഷ്ടം, ഇത് വാങ്ങാം. ഇത് അവക്ക് എന്തായാലും ഇഷ്ടം, ഇത് വാങ്ങാം. ഹലോ അദർ, നീ എവിടെയാ? വരുന്നില്ലേ? 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 30 മിനിറ്റ്സ് കഴിഞ്ഞല്ലോ. ഇതാ ഞാൻ എത്തി. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, അതുകൊണ്ടാ. എന്താ കഫേന്റെ അടുത്ത് തന്നെയുണ്ട്. ഒരു 5 മിനിറ്റ് ഇപ്പൊ. ഹലോ അദർ, ഹലോ, നീ കേൾക്കുന്നുണ്ടോ? ഹലോ. അന്നായിരുന്നു, ആ നശിച്ച രാത്രിയിലായിരുന്നു എന്റെ അതർവിന്റെ എല്ലാം നഷ്ടപ്പെട്ടത്. ഗിഫ്റ്റ് വാങ്ങി അവൻ റോഡ് ക്രോസ് ചെയ്തതായിരുന്നു. പെട്ടെന്ന് ചേറി പാഞ്ഞ വണ്ടി അവനെ ഇടിച്ച് തെറിപ്പിച്ചു. ഞാൻ ഓടിച്ചെന്നപ്പോ കണ്ടത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന എന്റെ അതർവിനെയാ. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അത് കണ്ടിട്ട്. എല്ലാത്തിനും കാരണക്കാരൻ ഞാനായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അവൻ ഗിഫ്റ്റ് വാങ്ങാൻ പോയത്. അന്നങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ എന്റെ അതർവിന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആരുമായിട്ട് കരയില്ലേ? വിധിയെ നമുക്ക് തടുക്കാനാവില്ലല്ലോ. അപ്പൊ അലീന വന്നില്ലേ? എപ്പോഴും വരുമായിരുന്നു. വന്നിട്ടൊരു അന്യെ പോലെ മാറി നിൽക്കാനേ അവക്കായിരുന്നുള്ളൂ. ആരെന്ന് പറഞ്ഞാ ഞാൻ അവളെ അവന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നേ. സ്ഥിരമായി അവള് വരുന്നത് കണ്ടിട്ട് ആന്റി ഒരു തവണ എന്നോട് ചോദിച്ചായിരുന്നു അതാരാന്ന്. എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവനെ ഡിസ്ചാർജ് ആക്കുന്ന 2 ദിവസം മുന്നേ അവള് വ്യാധിയായി. എവിടെ പോയി? അതെനിക്കറിയില്ലായിരുന്നു. എന്നാലും അതർവ് അവളെ പറ്റി ചോദിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ താമസിച്ച സ്ഥലത്ത് പോയി അന്വേഷിച്ചു.
അപ്പോഴേക്കും അവളുടെ വീട്ടുകാരെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടേക്ക്? എങ്ങോട്ട് പോയിന്നോ എവിടെ പോയിന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും എന്റെ അതിർവിന് വേണ്ടി ഞാൻ അവളെ വീണ്ടും അന്വേഷിച്ചു. അങ്ങനെ ഒരു ദിവസം അവളെ ബന്ധുവായിട്ടുള്ള ഒരു ആന്റിയെ കണ്ടുമുട്ടി. ആ ആന്റിയാ പറഞ്ഞത് അവളെ അച്ഛനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ഇട്ടിട്ട് അവർ ഫാമിലി അടക്കം പോയിന്ന്. അവർ എവിടെയൊക്കെ പോയിന്ന് ഞാൻ അവരോട് ചോദിച്ചായിരുന്നു. പക്ഷെ അത് അവർക്ക് അറിയില്ലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ അതിർവിനോട് കള്ളം പറഞ്ഞു, അവള് പുറത്തുണ്ട്, അവള് നിന്നെ അന്വേഷിക്കാറുണ്ടെന്നൊക്കെ. പിന്നെ അവൻ ശരിയായി വന്നപ്പോഴാ ഞാൻ എല്ലാം അവനോട് പറഞ്ഞത്. ഇനി ചിലപ്പം പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ? ഏനോ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം അവര് ജീവനെല്ലാം സ്നേഹിച്ചവര് അവര് രണ്ടുപേരും. അതിപ്പോ ഇനി ചിലപ്പം വീട്ടുകാരുടെ നിർബന്ധത്തിലെങ്ങാനും? അങ്ങനെയൊന്നുമില്ല. എന്തായാലും അവൾ ഒരു ദിവസം തിരിച്ചു വരും. ആ ഒരു വിശ്വാസത്തിലാ അതർവ് ഇപ്പോഴും ജീവിക്കുന്നത്. ഈശ്വര, ഞാനിനി താരനോട് എന്ത് പറയും? ഇതൊക്കെ കേട്ട് എന്റെ തല കറങ്ങുന്നു. അവൾ എന്തേലും പറഞ്ഞ് മനസ്സിലാക്കും. വെറുതെ കിട്ടാത്തിനെ പറ്റി എന്തിനാ? അത് വിട്ടേക്കാൻ പറ അവളോട്. നാളെ തന്നെ അതർവേട്ടനോട് എല്ലാം തുറന്നു പറയണം. ഇനി ഇങ്ങനെ പറയാതിരുന്ന ചിലപ്പോ ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും. താരേ, നീ ഒന്ന് താഴേക്ക് വന്നേ. ദേ അമ്മ വരുന്നു. എന്താ അമ്മേ? അത് അച്ഛന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. എന്താ അച്ഛാ? എന്താ പറയാനുള്ളേ? മോളെ, നീ പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചു. അവൻ നമ്മളെ മോനെ പോലെ തന്നെയാ. പക്ഷേ അച്ഛനെന്ന നിലക്ക് മക്കൾക്ക് നല്ലത് മാത്രം കൊടുക്കണം എന്നല്ലേ ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുള്ളൂ. അത്രയും ഞങ്ങളും ആഗ്രഹിച്ചുള്ളൂ. ഞാൻ മോളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞില്ല, അച്ഛന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. പിന്നെ അവൻ നല്ലവനാ, ഞങ്ങൾക്കറിയാം. അവന്റെ കുറവുകളൊക്കെ മറന്ന് മോൾ അവനൊരു ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? അത് മോളുടെ വലിയ മനസ്സാ. ഇക്കാലത്ത് ആരെങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്റെ മോളെ കുറിച്ച് ഓർത്ത് ഈ അച്ഛനും അമ്മക്കും വളരെയധികം അഭിമാനമുണ്ട്. എന്റെ മോള് സങ്കടപ്പെടണ്ട കേട്ടോ. മോൾ ഇഷ്ടാതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അച്ഛനും അമ്മക്കും പൂർണ്ണ സമ്മതം. മതി മോളെ കരഞ്ഞത്. ദേ ഇങ്ങനെ കരഞ്ഞു കുത്തിയിരുന്നാ പിന്നെ അവര് പെണ്ണാണ വരുമ്പോഴത്തേക്കും മോളെ കോലം കണ്ടിട്ട് പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുവേ. ഒന്ന് പോ അമ്മേ. അല്ല, അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? പെണ്ണ് കാണാനോ? ആ, അച്ഛനിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇന്നലെ അങ്ങോട്ട് വിളിച്ചായിരുന്നു. എന്നിട്ട് അവരോടെല്ലാം പറഞ്ഞോ? അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ, എനിക്ക് മാത്രം ഇഷ്ടമുള്ള അതർവേടൻ അങ്ങനെയൊന്നും ഇല്ലാന്ന്. എന്റെ മോളെ, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ബാലേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നാട്ടിൽ പോയിട്ടല്ലേ ഉണ്ടായേ. അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നതാ. ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് മാത്രം അച്ഛൻ പറഞ്ഞാൽ മതി. ആ, എന്നാ ശരി. അച്ഛാ, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അതർവേട്ടനോട് എല്ലാം പോയി പറഞ്ഞാലോ? അതെന്താ മോളെ? ഒന്നുമില്ല അച്ഛാ, എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നത്. ആ, എന്തായാലും അവൻ അറിയേണ്ടതല്ലേ. നിനക്കിപ്പോ ഏതാ ശരിയെന്ന് വെച്ചാൽ അത് നീ ചെയ്യും. ഇത്ര രാവിലെ പോണോ? ഇനി ഇത് നീട്ടിക്കൊണ്ടുപോയി ശരിയാവില്ല അച്ഛാ, അതുകൊണ്ടാ. എന്നാ മോള് പോയിട്ട് വാ. വിശ്വേട്ടാ, വഴക്ക് പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ പാറു, ഒരു മുൻകൂർ ജാമ്യമൊക്കെ? അത് പിന്നെ നിങ്ങൾ ബാലേട്ടനെ വിളിച്ചോളും ചേച്ചി എന്നെ വിളിച്ചായിരുന്നു. നിങ്ങൾ അങ്ങനെയൊന്നും ബാലേട്ടനെ വിളിക്കാറില്ലല്ലോ, ഇപ്പൊ എന്താ വിളിച്ചെന്ന് ചോദിച്ചോണ്ട്. ആദ്യമൊക്കെ ഞാൻ കുറച്ച് പരിങ്ങി കളിച്ചതാ, പക്ഷെ ചേച്ചി വിട്ടില്ല. അപ്പൊ എനിക്കെല്ലാം പറയേണ്ടി വന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മോള് പറഞ്ഞത് മുഴുവൻ നീ പറഞ്ഞോ? അങ്ങനെ മുഴുവനായി പറഞ്ഞൊന്നുമില്ല, പക്ഷെ താരക്ക് അതർവിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് മാത്രം പറഞ്ഞു. ഈശ്വരാ, അവള് തന്നെ നിന്നെ വെട്ടി തൊണ്ടെന്നുണ്ടാക്കി കളയും. അയ്യോ വിശേട്ടാ, അവളോട് ഇത് പറയല്ലേ. എന്തായാലും അവന് നമ്മളെ മോളെ ഇഷ്ടപ്പെടും, പിന്നെന്താ. ആ, ഇതും പറഞ്ഞ് നീ അവളുടെ തൊട്ടില്ലേ, കണക്കിന് കിട്ടും. ഞാൻ അത് പറഞ്ഞപ്പോ തന്നെ ചേച്ചിയുടെ സന്തോഷം കാണണമായിരുന്നു. ചേച്ചി ഇപ്പൊ നിലത്തും നിലനിൽക്കുന്നത്. അതെന്താ, അവക്ക് ഇപ്പൊ ചിറക് മുളച്ചോ? എന്തേ ഒരുമാതിരി കൂടെ കോമഡി ആയിട്ട് വരല്ലേ. അവക്ക് ഇപ്പൊ എത്രയും പെട്ടെന്ന് താരയുള്ള വീട്ടിലോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് പറയാ. നീ മൊത്തത്തിൽ കൊളാക്കി വെച്ചോ? നീ മോള് പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഞാൻ ബാലേട്ടനോട് എന്തു പറയും? അതിന് ചേച്ചി ആരോടും പറയില്ല. ഞാൻ പറഞ്ഞായിരുന്നു ആരോടും പറയരുതെന്ന്. ദൈവത്തിനറിയാം. ആ, ഇനി നാളെ എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ആ ഇച്ചുവോ, നീ പോയില്ലേ? എവിടെ? താരന്റെ കൂടെ. ഞാൻ കരുതി നീയും പോയി കാണുമെന്ന്. അതിന് അവളെ എങ്ങോട്ടേക്കാ പോയേ? അപ്പൊ അവള് നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ നീ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം പറ. അവള് ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടാണല്ലേ. അപ്പച്ചിയുടെ വീട്ടിലോട്ടോ? എന്തിന്? അതും എന്നെ കൂട്ടാതെ? അതന്നെ ഞാനും വിചാരിക്കുന്നേ. എവിടെ പോകുമ്പോഴും ഒന്നിച്ചല്ലേ പോകുന്നത്. ഇപ്പൊ അവൾ എന്തിനാ അങ്ങോട്ടേക്ക് പോയേ? ആന്റി അത് പറ.
അത് അഥർവിനോട് എല്ലാ കാര്യം പറഞ്ഞ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. എന്ത് സംസാരിക്കാൻ? അപ്പൊ അവളെല്ലാം അഥർവേട്ടനോട് പറയാൻ പോവാണോ? ആ, അതും പറഞ്ഞ ഇവിടുന്ന് പോയത്. എന്തായെന്ന് ദൈവത്തിനറിയാം. ഈശ്വര, ആന്റി ഞാൻ ഇപ്പൊ വരാം. എങ്ങോട്ടേക്കാ? ഓ, പതിയെ ഓടി പെണ്ണെ, എവിടെയെങ്കിലും തട്ടി വീഴും. ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ ആരെയും വിളിക്കാ ഇപ്പൊ? അവളിപ്പോ എല്ലാം പറഞ്ഞു കാണോ? ദൈവമേ, ഒന്നും പറയാൻ പറ്റല്ലേ. ആന്റി. ആ, നീ വന്നോ? പാറു വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു നീ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. അമ്മ വിളിച്ചോന്നോ? എന്തിന്? ദൈവമേ, പണി പാളി. അത് ഞാൻ കുറച്ച് കണ്ണിമാങ്ങ അച്ചാറിട്ടായിരുന്നു. അത് അവൾക്ക് വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പഴാ നീ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിന്റെ കൈ കൊടുത്തു വിട്ടാ മതി എന്ന് പറഞ്ഞു. ഓ, അതിനാണോ? ഈശ്വര, രക്ഷപ്പെട്ടു. അല്ല മോളെ, ഇച്ചു വന്നില്ലേ? ഇല്ല ആന്റി, ഞാൻ അവളോട് പറയാതെ വന്നത്. ആ, അത് നന്നായി. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒറ്റക്ക് വരുന്നേ നല്ലത്. ആന്റി എന്തേലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞല്ലോ. ആ, അതറവ് മുകളിലുണ്ട്, മോൾ അങ്ങോട്ട് ചെല്ലി. എന്താ ആന്റി? അല്ല, മോളെ എപ്പോ വന്നാലും ബുക്ക് വായിക്കുന്ന ശീലമുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. മോള് പോയി അവന്റെ അടുക്കുന്ന ഏതായാലും ബുക്ക് എടുത്തോണ്ട് പോവാ. ഈ ആന്റിക്ക് ഇതെന്ത് പറ്റി? ആ, എന്തേലും ആകട്ടെ. ഞാനിതിപ്പോ ആരോടാ പറയാ? ആരോടാണ് ഫോൺ സൈലന്റ് ആയി കിടന്നുറങ്ങുന്നുണ്ട്. ഇല്ലെങ്കിൽ അവളെ പോയി ബ്ലോക്ക് ചെയ്യാൻ പറയായിരുന്നു. ഞാനിപ്പോ ഇനി ആന്റീനെ വിളിച്ചു നോക്കാം. ഓ, ഈ ആന്റി രാവിലെ തന്നെ ആരെയെ കിടന്ന് വിളിക്കുന്നേ? എന്റെ പാറു ഇപ്പൊ കയ്യിന്ന് പോയേനെ. ചേച്ചി അബദ്ധമൊന്നും കാണിക്കല്ലേ. അവളെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ എന്നെ വെച്ചേക്കില്ല. പാറു, ഞാൻ അറിയാതെ എന്റെ വായിന്ന് വീണു പോയി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഒന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് വള്ളി പുള്ളി തെറ്റാതെ എല്ലാം ഞാൻ ചേച്ചിനോട് പറഞ്ഞു തരുന്നുണ്ട്. അതെങ്ങാനും അവൾ അറിഞ്ഞാലുണ്ടല്ലോ. അതുകൊണ്ട് എന്താ, ഞാൻ ഇത്രയും കാലം അനുഭവിച്ചത് എല്ലാ സങ്കടങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടിയില്ലേ? എന്റെ താരമോള് കാരണം ഞാനിപ്പോ ഇത്രയും സന്തോഷിക്കുന്നത്. എന്താടി ചേച്ചി, അതൊക്കെ വിട്. അല്ല, ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്താ? ആ, റൂമിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ പറഞ്ഞു തുടങ്ങി കാണും. ഈശ്വര, എല്ലാം നല്ലപോലെ നടന്നാ മതിയായിരുന്നു. ഓ, ഈ ആന്റീനെ കൊണ്ട് ഒന്ന് ആരവേട്ടനെ വിളിച്ചു നോക്കാം. ഇതാരും ഇത്ര രാവിലെ തന്നെ കടന്നു വിളിക്കുന്നേ? ഓ, ഇച്ചുവായിരുന്നു. ഇനി ഇവക്കിനി ഇപ്പൊ എന്താണാവോ? ഹലോ, എന്തിനാടി നീ എന്നെ രാവിലെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ? ഒരു ലീവ് കിട്ടുമ്പോ ഉറങ്ങാന്ന് വെച്ചാൽ അതിന് നീ സമ്മതിക്കില്ലേ? ആരവേട്ട, താര അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവളെ പോയി പിടിച്ചു നിർത്ത്. നീ എന്ത് തേങ്ങയാടി കിടന്ന് പറയുന്നത്? ഓ, ഇങ്ങനെ കൊണ്ട് ഈ മനുഷ്യ താര അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അതിർവേട്ടനെ കാണാൻ. അതിനെന്താടി, അവര് തമ്മിൽ കണ്ടിട്ട് പൊക്കോട്ടെ. ഓ, ഇങ്ങനെ കൊണ്ട്. എടാ പൊട്ട, അവളവിടെ മനസ്സിലുള്ളത് മുഴുവൻ പറയാൻ വേണ്ടിട്ടാ വന്നത്. എന്ത്? താര അവളിവിടെ എത്തിയിട്ടുണ്ടോ? അതന്നെയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ. നിങ്ങളൊന്ന് പോയി അവളെ ബ്ലോക്ക് ചെയ്യ്. ആ, ഓക്കെ, ഞാൻ പോയി നോക്കിട്ട് വരാം. ദൈവമേ, അതർവെങ്ങാനും നോ പറഞ്ഞ. ആ, ഇതെടുക്കാം. അതെ, ഞാനൊന്ന് ഇത് ഇവിടെ ഇരുന്ന് വായിച്ചോട്ടെ. ഇനി ഒരു 5-6 പേജേ ഉള്ളൂ. അത് വായിച്ചു കഴിഞ്ഞോടെ ഞാൻ അവിടെ തന്നെ വെച്ചോളാം. ഇതിപ്പോ ഇനി എങ്ങനെ തുടങ്ങും? എന്റെ കൃഷ്ണ, കൂടെ ഉണ്ടാവണേ. എന്താ ഇപ്പൊ എന്നോട് മിണ്ടാത്തെന്ന് ചോദിച്ചാലോ? വേണ്ട, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചോദിക്കണ്ട. ഇങ്ങനൊന്നും ശരിയാവൂല. എന്റെ ഇഷ്ടം വേഗം തന്നെ പറയണം. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതർവേ, അല്ല ഇതാര് താരയോ? ഇതിപ്പോ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഇച്ചിവിടെ താഴെയുണ്ടോ? അല്ല, ഞാൻ ഒറ്റക്കാ വന്നേ. ആണോ? എന്നാ വാ, നമുക്ക് താഴെ പോയി ചായ കുടിക്കാം. അല്ല, അത് എനിക്ക് അതർവേട്ടനോടൊരു കാര്യം. എന്താ താര അവിടെ കിടന്ന് പിറുപിറുക്കുന്നത്? നീ ഇങ്ങ് വന്നേ. താരേ, ഈശ്വര, എന്താ എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ ഓടിക്കതിച്ചു വന്നേ? താര, നീ ഇങ്ങോട്ടേക്ക് വന്നേ. എന്താ? എന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെനിക്ക് അതർവേട്ടനോട്. നീ വാ അരവേട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം. ആ, ഓക്കെ. എന്നാ ശരിടാ, ഗുഡ് നൈറ്റ്. എന്റെ ദൈവമേ, ഇവനല്ലേ ഇപ്പം താരനോട് ചായ കുടിക്കാന്ന് അറിയുന്നത്. പിന്നെ ഇവനെവിടെയാ ഗുഡ് നൈറ്റും പറഞ്ഞോണ്ട് പോന്നെ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എന്താ അയച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എന്താ എന്നോട് പറയാതെ പോയത്? അത് പിന്നെ ഞാൻ അതർവേട്ടനോട്. ഓ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? നീ അങ്ങനെയല്ല, ഞാൻ നിന്നോട് പറഞ്ഞാൽ ചിലപ്പോ നീ വേണ്ടെന്ന് പറയും. അതുകൊണ്ടാ ഞാൻ രണ്ടും കൽപ്പിച്ച് പോയത്. നീ എന്തറിഞ്ഞിട്ടാ താരെ നീ പോയത്? ഇച്ചു, നീ എന്തിനാ എന്നോട് ഇങ്ങനെ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ?
വേറൊരു പെണ്ണെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അയാളോട് നീ എന്ത് പറയാനാ? ഇച്ചു, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. താരെ, അത് പിന്നെ പറയച്ചു. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? വേറൊരു പെണ്ണെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതോ? ആര്? അതിർവേട്ടനോ? ആ അതെ, അതിർവേട്ടന് തന്നെ. വർഷങ്ങളായിട്ട് ഒരു പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുക അങ്ങേര്. നീ കള്ളം പറയല്ലേച്ചു. നീ എന്നെ പറ്റിക്കാൻ പറയുന്നതല്ലേ? താരെ, ഇതാണ് സത്യം. നിനക്ക് അയാളെ വേണ്ട. നീ വിട്ടേക്ക് അയാളെ. അയാളെ നിനക്ക് വേണ്ട താരെ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീ ചുമ്മാ എന്നെ കളിയാക്കാൻ പറയുന്നതാ. ഞാനിത് വിശ്വസിക്കില്ല. എന്നാ പിന്നെ പോയി ചോദിക്ക്, ആരെയും അലീനാന്ന്. അലീന? ആ അലീന, അവളെയാ അയാൾക്ക് ഇഷ്ടം, നിന്നെയല്ല താരെ. ഇച്ചു, നീ അങ്ങനെ പറയില്ലേ? അതിർവേട്ടൻ വേറൊരു പെണ്ണ്. ഇച്ചു, താരെ കരയില്ലേ? നമുക്കിത് വേണ്ട, നീ മറന്നേക്ക്. സഹിക്കുന്നില്ലടി എനിക്ക്. ഞാനിനി എന്താ ചെയ്യാ? മറക്കണം, എല്ലാം മറക്കണം. അധികകാലം ആയില്ലല്ലോ നീ ഇത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് എല്ലാം മറക്കണം. അവരുടെ ജീവിതത്തിൽ ഇനി നീ വേണ്ടതാരെ. എനിക്ക് പറ്റുന്നില്ല. ഞാനെങ്ങനെ മറക്കാനായ? സഹിക്കുന്നില്ലടി, എനിക്ക് പറ്റുന്നില്ലടി. ഞാൻ മരിച്ചു പോകുന്നു തോന്നുന്നു എനിക്ക്. മായുന്നു